எப்போதும் நீங்க தப்பாக என்ன வேணாம். பொன்னால கெட்டு போவேணும் என்று ஆராய்ச்சி பண்ண வேணாம். ஊருல உலகத்தில எங்க கதை போலது நடக்கலையா? வீட்டையும் மறந்து புட்டு வேற ஒரு நாட்டுக்கு ஓடலையா? மன்மதலீலையை வென்றவருண்டோ? மங்கையிலாதொரு வெற்றியும் உண்டோ? மன்மதலீலையை வென்றவருண்டோ? மங்கையிலாதொரு வெற்றியும் உண்டோ? காதல் லீடரே பாடு ஏன் கூட ஒரு விட்டு ஒரு வந்து காதல் கீதல் பண்ணாதுங்க. விட்டுடு தம்பி, இது வேணா தம்பி. எத்தனை பேரு வீடு உங்களை நம்பி ஒரு விட்டு ஒரு வந்தே காதல் கீதல் பண்ணாதுங்க. ஆனா பிறந்தா எல்லாரும் ஒன்ன அன்பாக என்ன வேணாம். வீணா திரிஞ்சா ஆனந்தம் இல்ல வேற என்ன சொல்ல வேணாம். வாழ்கை ரசிகனா பஞ்சி கொடி வாசனை பட வேணும். வாலிப நினைக்கணும்னா உன்னை கொஞ்சம் ஆசையில் தொட வேணும். கண்ணிய தேடுங்க கல்பனை வரும். கண்டது 1000 காவியம் வரும். கண்ணிய தேடுங்க கல்பனை வரும். கண்டது 1000 காவியம் வரும். காதல் இல்லாம பூமி இங்கேது. ஒரு விட்டு ஒரு வந்தே காதல் கீதல் பண்ணாதுங்க. பேரு கெட்டு போனதுன்னா நம்ம பொழப்பு என்னாகுங்க. விட்டுடு தம்பி, இது வேணா தம்பி. எத்தனை பேரு வீடு உங்களை நம்பி. ஐயோ விட்டுடு தம்பி, இது வேணா தம்பி. எத்தனை பேரு வீடு உங்களை நம்பி ஒரு விட்டு ஒரு வந்தே காதல் கீதல் பண்ணாதுங்க. பேரு கெட்டு போனதுன்னா நம்ம பொழப்பு என்னாகுங்க. ஒரு விட்டு ஒரு வந்து അർജു എന്തോ അടിപൊളി പേര് കെട്ട് സ്റ്റെപ്സ് ഒക്കെ നൈസ്. പ്രത്യേകിച്ച് നീ എന്താ നീ ഡ്രസ് ഒക്കെ പോയപ്പോ ഞങ്ങൾ എല്ലാരും പേടിച്ചു പോയി. പക്ഷെ നീ ഇത് കാണിക്കാനാണ് ബുക്ക് ചെയ്ത് നമ്മൾ ആരും അറിഞ്ഞില്ല. സൂപ്പർ ആയിരുന്നല്ലേ സർ? ഓ ഗംഭീരം. അതെ ഞെട്ടിച്ചു കളഞ്ഞു. അതെ അടിപൊളി. നമുക്ക് ഒന്നുകൂടെ കാണണ്ടേ ചേച്ചി അവന്റെ ആ വേവ്സ്? അതെ ഒന്ന് ക്ലോസ് വെച്ച് സൂം ചെയ്തു. എനിക്ക് ഷാവുലണ്ണാണ് ഇത് പറഞ്ഞത് ചെയ്യാൻ. ഓ ഷാവുലണ്ണ പൊളി. ഓ മൈ ഗോഡ്. പിന്നെ വേറൊരു സാധനം ഉണ്ട്, ജസ്റ്റ് വൈബ്രേറ്റിംഗ്. ഒന്ന് കാണിച്ചു കാണിച്ചു തരാം. ഒരു മ്യൂസിക് ഇടോ. എന്തോന്നടാ അവനങ്ങ് ഇഷ്ടപ്പെട്ടു. അതെ എനിക്കറിയാം ഷാവുലിനെ അറിയാവോ. പഠിച്ചു വരണേ ഉള്ളൂ. നമുക്ക് ശരിക്കും എന്താ ഉദ്ദേശിച്ചത് അത് മനസ്സിലുണ്ട് അവന്റെ, പ്രാക്ടിക്കൽ ആയില്ല. അത് കുഴപ്പമില്ല മോനെ. നമുക്ക് ഷാവുലിന്റെ സഹായം. ഷാവുലേട്ടാ പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഷാഹുലാണ്. ഷാഹുലേട്ടാ ഇവൻ എന്തോ ഉദ്ദേശിച്ചു പക്ഷെ ഒന്നും വർക്കായില്ല. ഇവർക്ക് ഇങ്ങനെ ഓരോരോ ട്രിക്കുകൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. കിട്ടുന്ന ഗ്യാപ്പിൽ കിട്ടുന്നവരെ എന്തെങ്കിലും ഇവരുടെ കയ്യിലുണ്ടെന്നെങ്കിൽ അതും കാണിച്ചു തരും. ഈ വയർ സത്യം പറഞ്ഞാൽ പുഴുവടിക്കുന്നത് അവൻ ചെയ്ത സാധനമാ. വയറിൽ വേവ്സ് അത് കൊടുത്തത് അവൻ തന്നെ ചെയ്ത സാധനമാണ്. അതില് ഞാൻ പറഞ്ഞു അത് നമുക്ക് ആഡ് ചെയ്യാം. അത് ചെയ്തോ മടിയായിരുന്നു ചെയ്യാൻ. പിന്നെ അത് പറഞ്ഞ് സെറ്റാക്കി. ഇപ്പൊ അവൻ ചെയ്തത് ഇവരെല്ലാരും ചെയ്യും കേട്ടോ. എല്ലാരും ഇത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കി. ജസ്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. മ്യൂസിക് വേണോ? ഒരു മ്യൂസിക് വേണം. Wow.
കെട്ടിപ്പിടിക്കുന്നോ? ഷാഹുൽ നാണം കൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ അസാധ്യത. എങ്ങനെയാണ് ഈ പരിപാടി? ഒന്ന് പറഞ്ഞു നോക്കാം, നമുക്കൊക്കെ പറ്റുമോന്നറിയാൻ. പറ്റും, ചെയ്യാൻ പറ്റും. ശ്രമിച്ചാ പറ്റാത്ത ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഇത് എങ്ങനെയാണത്? നേരെ ഈ ചെസ്റ്റ് മാത്രം അടിച്ചു കൊടുക്കുക, ഫ്രണ്ടിലേക്ക് അടിച്ചു കൊടുക്കുക, ഫ്രണ്ടിലേക്ക് അടിച്ചു കൊടുക്കുക. അപ്പൊ സ്പീഡ് ആവുമ്പോഴേക്കും ഷോക്ക് അടിച്ച പോലെ ഉണ്ട്. വേണ്ട, ഈ പേടിയാ. പക്ഷെ അസാധ്യമായിട്ടുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഷാഹുലേട്ടൻ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഷാഹുലേട്ടൻ, നമ്മുടെ കൊറിയോഗ്രാഫർ. അപ്പൊ ഷാഹുലേട്ട, അപ്പൊ ഇതുപോലെ തന്നെ പോട്ടെ, പുതിയ പുതിയ നമ്പറുകളായിട്ട് വരാം. ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു ഷാഹുലേട്ട. Okay, thank you. ഷാഹുലേട്ട വേണമെങ്കിൽ അങ്ങനെ തന്നെ പോയിക്കോ, വൈബ്രേറ്റ് ചെയ്ത് പോയിക്കോ. Wow. ചേച്ചി അർജുൻ, ഓ എന്താ? പൊളിച്ച് അസലായിട്ട് പാടി. സ്പെഷ്യലി സ്റ്റെപ്സ് ഒക്കെ ചെയ്ത്. നേരത്തെ ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യം തന്നെ. എനിക്ക് അത്ഭുതം എന്താന്ന് വെച്ചാൽ ഇത്രയും സ്റ്റെപ്പ് ചെയ്തിട്ട് അറിയാത്ത ഭാഷ കുട്ടികൾക്ക് അവരിത് നോക്കി ബൈഹാർട്ട് പഠിച്ചിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. അതിന് കയ്യടി. നന്നായി പാടി മോനെ. എനിക്ക് തോന്നുന്നു ഇടയിലുള്ള അതേ പ്രശ്നങ്ങളാണ് ഇടയിൽ വന്നത് അല്ലെ? ആ ഹൈ പാടുമ്പോഴത്തേക്കുള്ള വെള്ളി അടിക്കാനുള്ള ശ്രമമായിരുന്നു, ഫുള്ളായിട്ട് അടിച്ചില്ല. ഇന്നെന്തോ ഭാഗ്യത്തിന് അത് ഹാഫിൽ അങ്ങ് നിന്നു. പക്ഷെ ആ സ്ട്രെയിൻ ഫീൽ ചെയ്യും അവിടെ എത്തുമ്പോൾ മാത്രം. അല്ലാത്തപ്പം മോൻ അങ്ങ് എൻജോയ് ചെയ്ത് പാടുന്നുണ്ട്. ഫുൾ ചില്ലാണ്. ഞങ്ങൾ ആക്ച്വലി രസിച്ചു പെർഫോമൻസ്. ഒന്നാമത് ഓർക്കസ്ട്ര ഭയങ്കര ബാക്കിങ് മോന്. ഈ പാട്ടിൽ പ്രത്യേകം എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കോറസ്. ഫാന്റാസ്റ്റിക് കോറസ് ആയിരുന്നു. കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു മക്കളെ, സൂപ്പർ. എല്ലാം കൊണ്ടും ഈ പാട്ട് ഗുമ്മെന്നിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശരത് സർ. മക്കളെ എന്തോ സുഖാണോ? അങ്ങനെ കാണിക്കാം. എടാ, നീ കാണിച്ച ആ വയറിന്റെ ആ ഇതും വയറിട്ട് ഉരുട്ടിയതും പിന്നെ ഈ നെഞ്ചു ഉരുക്കി, ഇത് മാത്രമേ ഇപ്പൊ മനസ്സിലുള്ളൂ. ഈ പാട്ടൊക്കെ അങ്ങ് മറന്നുപോയി. ഇപ്പൊ എന്തൊക്കെയാലും കൊള്ളാം മക്കളെ. ഇതിന്റെ എനിക്ക് ഈ പാട്ട് മോൻ നന്നായിട്ട് പാടി. പക്ഷെ കുറച്ചും കൂടി ഒരു ഗുമ്മാവാമായിരുന്നു എന്ന് തോന്നിയടാ. ഒരു പല്ലവി ഒന്ന് നമുക്കൊന്ന് ചുമ്മാ ഒരു ഗുമ്മോടെ പാടിയാലോ? മോനെ ഇപ്പൊ അതെല്ലാത്തിനും ഒരു സോഫ്റ്റ് സ്വഭാവമാടാ. ഊറ് വിട്ട് ഊറ് വന്ന് കാതൽ കീതൽ പണ്ണാതിങ്ക. അത് വളരെ സോഫ്റ്റാണത്. ഊറ് വിട്ട് ഊറ് വന്ന് காதல் கீதல் பண்ணாதீங்க, விட்டுடு தம்பி இது வேணாம் தம்பி, இத்தனை பேரு வீடு உங்களை நம்பி. പിന്നെ ഈ ചരണം ഒന്ന് പാടാമോ? മോനെ, ആണാ പൊറന്ത ആണായിട്ട് ജനിച്ചാൽ എന്നർത്ഥം. ആണാ പൊറന്ത എല്ലാരും ഒന്നെ അൻപാക എന്നെ വേണം. അത് നീ ചരണമാ പാടുന്നല്ലേ? വാ, നീ അനുവല്ലി ഒന്ന് പാടും. വാ. அண்ணாச்சி என்ன எப்போது நீங்க தப்பாக என்ன வேணும் என்ன வேணும். അതൊരു കളിയാക്കല. എണ്ണ വേണ അതല്ല, എണ്ണ വേണ എണ്ണ വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കണ്ടെന്ന്. അടുത്തത് പൊന്നാലെ കെട്ട് പോവേണോ என்று പൊന്നാലെ കെട്ട് പോവേനോ என்று பொன்னாலே கெட்டு போவேனோ என்று என்று ஆராய்ச்சி பண்ண வேணாம். ஓகே. ஊருல உலகத்தில எங்க கதை போலது நடக்கலையா, வீட்டையும் மறந்து போட்டு வேற ஒரு நாட்டுக்கு ஓடலையா, மன்மதலீலையை வென்றவருண்டோ, മംഗയിലാതൊരു വെற்றிയുമുണ്ടോ, മന്മദലീലയെ വെன்றവരുണ്ടോ, മന്മദലീലയെ വെன்றവരുണ്ടോ, മംഗയില്ലാതൊരു വെற்றிയുമുണ്ടോ. എല്ലാവരും ചോദ്യമാണ്. വെற்றிയുമുണ്ടോ, വെற்றி എന്ന് പറഞ്ഞാൽ വിജയം. മംഗയില്ലാതൊരു വെற்றிയുമുണ്ടോ. പാടി നോക്കിയോ മോനെ?
ഗുഡ്. അത് മോണി അത് ഒന്ന് ഇപ്പൊ വെള്ളി വീഴും അങ്ങനെ നമ്മൾ അത് വന്നു പോകുന്നതല്ലേ. വെള്ളി എന്നൊക്കെ പറഞ്ഞാൽ ആക്സിഡൻസ് ആ മക്കളെ, അതിന് ടെൻഷൻ ആവണ്ട. നീ പാടി തുടങ്ങുമ്പോഴേ നീ ഈ പാട്ട് ഏതാണ്, ഊറ് വിട്ട് ഊറ് വന്ന് എന്ന് പാടുമ്പോഴേ നിന്റെ മനസ്സിൽ ഈ വെള്ളി അടിക്കുമോ എന്നുള്ളതാണ് നീ ആലോചിക്കുന്നത്. മക്കളെ, പ്രളയം വരുമ്പോൾ നമ്മൾ മുണ്ടൊക്കെ പൊക്കി പിടിച്ചാൽ പോരെ, അതിന് മുമ്പേ ഇങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കണം. വന്നോട്ടെ, വെള്ളി വന്നോട്ടെ. വെള്ളി നല്ലതല്ലേ, സ്വർണ്ണം കഴിഞ്ഞാൽ വെള്ളിക്കാണ് പൈസ ഉള്ളത് അല്ലേ. അപ്പൊ പോട്ടെ, അതൊരു ഇഷ്യൂ അല്ല മോനെ. ഇത് ആരാ പാടിയത്? ഇത് മലേഷ്യ വാസുദേവൻ സാർ. മലേഷ്യ വാസുദേവൻ സാറ്. ഇത് സംഗീതം ഇളയരാജ സാർ. മ്യൂസിക് രാജാ സാറ്. പിന്നെ ലിറിക്സ് ഗംഗ അമരൻ സാർ. ആ, ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ ഒരു പാട്ടെടുത്തോണ്ട് പാടിയാൽ കുറെ സന്തോഷം ചക്കരെ. താങ്ക് യു ശരത് സർ. ഔസേപ്പച്ചൻ സർ. മോനെ, എന്തോ ഞാൻ നിന്റെ പാട്ട് ഇപ്പോൾ ശരിക്കും കേട്ടു. ഇവർ വായിച്ചതും ഈ ഓർക്കസ്ട്രയും കേട്ടു, അതിൻ്റെ കൂടെ മോൻ ശ്രുതി ചേർന്നത് പാടുന്നതും കേട്ടു. പക്ഷെ പെർഫോമൻസ് സമയത്ത് എനിക്ക് മൊത്തം കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിക്ക് നിന്റെ പാട്ട് കേൾക്കുന്നു, അത് ശ്രുതി ചേർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് തോന്നി. ഇവർ ഗംഭീരമായിട്ട് പാടി, അവർ സെപ്പറേറ്റ് ആയിട്ടൊരു വേറെ റൂട്ടിൽ അവർ ഗംഭീരമായിട്ട് പാടി. പക്ഷെ ഇപ്പം വേറെ റൂട്ടിലാണ് പോയിരുന്നത്. ഒന്ന് ആ ശ്രുതി കൊടുക്കുമോ? ആ ഒരു കോറസ് വരുന്ന ഒരു പോർഷൻ മക്കൾ കോറസ് മാത്രം ഒന്ന് പാടാമോ? കോറസ് നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾ പാടിയത്, പക്ഷെ രണ്ടായിരുന്നു. മതി. ഇപ്പൊ കുഴപ്പമില്ല മോൻ, ആ പോർഷനിൽ പാടേണ്ട പാട്ടും കൂടി ഒന്ന് പാടിക്കോ. ഓക്കെ, ഇത് മച്ച് ബെറ്റർ. ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. കുറച്ചും കൂടിയും അത് ശ്രുതി ചേർന്ന് കോറസ് നമ്മൾ പാടുമ്പോൾ ഇത് നമ്മളല്ല പാടുന്നത്, നമുക്ക് മാർക്കില്ല, ശരി തന്നെ. പക്ഷെ നമ്മളിത് ട്രെയിൻ ചെയ്യണം. അതിൻ്റെ കൂടെ ഹാർമണി എന്താണ് കേട്ടിട്ട് കേട്ടോ. അതർവൈസ് ഗുഡ്. പിന്നെ മോൻ്റെ പാട്ട് ഇപ്പോൾ പാടിച്ചല്ലോ, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ മോനെ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇത് എനിക്ക് ഈ പടം ഞാൻ വളരെയധികം ശ്രദ്ധിച്ചതിൻ്റെ കാരണം ഈ പടം എനിക്കിഷ്ടമാണ്. ഇതിലെ ഹ്യൂമറും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഗ അമരൻ. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് രാജ സാറാണ്, ഇളയരാജ. അദ്ദേഹത്തിൻ്റെ പടമാണ്. ഇളയരാജ സാർ പ്രൊഡ്യൂസ് ചെയ്തു. അതൊരു വലിയൊരു ടോക്ക് ഓഫ് ദ ടൗൺ ആയിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും മോൻ പാടിയത് എനിക്കിഷ്ടമായി. അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല, ഇനി മാർക്കൊക്കെ ചോദിച്ചോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഔസേപ്പച്ചൻ സർ. ചോദിക്കാം. ശരത് സർ. യെസ് ബേബി. അർജുട്ടന്റെ മാർക്ക് 8.4 മാർക്ക്. ചേച്ചി പാറു, മാർക്ക് പറയുന്നതിന് മുന്നേ ഇപ്പം സാറ് പറഞ്ഞല്ലോ കരകാട്ടക്കാരൻ എന്ന് പറഞ്ഞ പടമാണെന്നുള്ളത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കരകാട്ടക്കാരി എടുക്കുന്നത് ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് രാജാ സാറിന് വേണ്ടിയിട്ട് പാടുന്നത്. അപ്പം എൻ്റെ ഇൻട്രൊഡ്യൂസിങ് മഞ്ജരി എന്ന് ഞാൻ എഴുതി കണ്ടത് ഈ തമിഴ് പടത്തില് ഇതിലാണ്, കരകാട്ടക്കാരി. മഞ്ജരി അതിലുണ്ടോ ചുമ്മാ നമുക്ക് അതൊക്കെ ഒരു സന്തോഷം. രാജാ സാർ എന്തായാലും ഫസ്റ്റ് അങ്ങനെ വന്ന 2 lines വേണം. எங்க ஊரு லைலா லைலா அட இங்க வாடி ஸ்டைலா ஸ்டைலா. எங்க ஊரு லைலா லைலா அட இங்க வாடி ஸ்டைலா ஸ்டைலா. மஞ்ச தண்ணி குடிச்சா குடிச்சா மல்லியப்பூ கொடுத்தா கொடுத்தா. மஞ்ச தண்ணி குளிச்சா குளிச்சா மல்லியப்பூ கொடுத்தா கொடுத்தா. இப்ப கொடுத்ததெல்லாம் எடுத்த பின்னும் துடி துடிக்கணுமா, மனம் வெடி வெடிக்கணுமா. எங்க ஊரு லைலா லைலா அட இங்க வாடி ஸ்டைலா ஸ்டைலா. வப்பாதரத்தா எங்க ஊரு லைலா லைலா அட இங்க வாடி ஸ்டைலா ஸ்டைலா. ரப்பாதரத்தா. ഈ സാർ പറഞ്ഞ ഈ റപ്പ തരത്ത അതൊക്കെയാണ് അതിൽ കോറസ്. സൂപ്പർ. അത് രസമുണ്ട് ആ ഒരു ക്രാഫ്റ്റ്. അതെ, ബ്യൂട്ടിഫുൾ.
അതുകൊണ്ട് മോന് 8.5. ഔസേപ്പച്ചൻ സർ 8. ഓക്കെ, സോ ടോട്ടൽ 16.9. താങ്ക് യു ചേച്ചി. എന്താ വിളിച്ചത് നീ എന്നെ? ചേച്ചി ആ എന്നാ ശരി. Ni pa maga